എന്തായാലും പൊളിച്ച് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഓർക്കുന്നത് ഞാൻ ഏൽപ്പിച്ചിട്ട് ഇതൊക്കെ എപ്പം നീ സംഘടിപ്പിച്ചേ? സംഘടിപ്പിച്ചു. നമ്മളെ സംഘടിപ്പിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ സംഘടിപ്പിക്കില്ല. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എൻ്റെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഇന്ന് ഞാൻ ലുലുവിലേക്ക് ഒന്ന് പോവുകയാണ്. എനിക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാക്കുൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് കേട്ടോ ലുലുവിൽ പോയത്. ലുലുവിൽ എത്തിയപ്പോഴത്തേക്ക് നേരെ ഉച്ചയായി. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പർച്ചേസിനും കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സൽക്കാരിയിലാണ് പോയത്. സൽക്കാരിയിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണി കിട്ടും. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അടുത്ത പരിപാടി നമ്മളുടെ ഡ്രസ്സ് എടുക്കലാണ്. ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാൻ ലുലുവിൽ വെസ്റ്റ് സൈഡ് ഉണ്ട്, അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ വെസ്റ്റ് സൈഡിലേക്ക് കയറി. വെസ്റ്റ് സൈഡിൽ നിന്ന് നല്ല കളക്ഷൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളതും. ഇവിടെ അല്ലെങ്കിൽ മാക്സ് അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാറുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെ വെസ്റ്റ് സൈഡിൽ പുതിയ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ക്രിസ്മസൊക്കെ ആവാറായി. അപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കളക്ഷൻസൊക്കെ പുതിയത് കണ്ടു കേട്ടോ. എന്താണെങ്കിലും നേരെ ഷർട്ടിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഷർട്ടൊക്കെ നോക്കണതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഗേൾസിൻ്റെ ഡ്രസ്സ് കണ്ടതും. ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് എത്ര നോക്കിയാലും മതി വരില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ കുഞ്ഞുടുപ്പുകൾ എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയാം. അപ്പോൾ അതുവഴിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങി അവിടെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ചെരുപ്പും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീണ്ടും ഷർട്ടിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് വീണ്ടും വന്നു. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ ഒരു ബ്ലാക്ക് ഷർട്ട് കണ്ടത് കേട്ടോ. ബ്ലാക്ക് ഷർട്ട് ഞാൻ എപ്പോഴൊക്കെ ഉണ്ടാലും ഞാനൊന്ന് നോക്കും. ബ്ലാക്ക് ഷർട്ടോ എന്ത് ഡ്രസ്സാണെങ്കിലും ബ്ലാക്ക് കളറിൽ കണ്ടാൽ ഒന്ന് നോക്കൂട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. പിന്നെ അങ്ങനെ പാൻസിൻ്റെ ഭാഗവും അതുപോലെ ഷർട്ടിൻ്റെ ഭാഗമൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഞാൻ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല. പിന്നെ അവിടെ ചുമ്മാ ലേഡീസ് സെക്ഷനിലും അതുപോലെ ചെരുപ്പിൻ്റെ സെക്ഷനിലും ഒക്കെ ചുമ്മാ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ കുറച്ച് നേരം. സ്ത്രീകൾക്ക് എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനും ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഫാൻസി ആണെങ്കിലും ഈ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ വെറുതെ നടന്ന് കാണാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുപോലെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് അവസാനം ഞങ്ങൾ ബില്ല് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി. ഇത് ഡിസംബർ 11-ാം തീയതിയാണ് കേട്ടോ. ഇന്നാണ് കാക്കുൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാൻ ചെറിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഒരു ഐഡിയ ഇല്ല, നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കാറേ ഇല്ല, കാരണം രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. പക്ഷേ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. കാരണം ഇന്ന് കുട്ടികളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ഒരു സർപ്രൈസ് കാണിക്കാനായിട്ട്. കുട്ടികളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ എല്ലാത്തിനും കൂടെ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽപ്പിച്ച് സർപ്രൈസ് കാണിക്കുകയാണ്. വാടോ നിൽക്കേ.
ലിയാഖ്ബായി, ഹാപ്പി 40th ബർത്ത്ഡേ, 40ാം ജന്മദിനാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്ന വർഷമാണ്. നുബുവത്ത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ ഭാഷ കടപ്പെടുത്ത് പറഞ്ഞാണ്. പക്ഷെ അല്ലെങ്കിൽ പോലും 40 എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ 1900-കളിലൊക്കെ 40 എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസായിരുന്നു. പക്ഷേ 80-കളിലൊക്കെ ജീവിച്ച് വളർന്ന എന്നെ പോലെ നമ്മളെപ്പോലുള്ളതായിരുന്നു. ഒരു 3 വയസ്സ് വ്യത്യാസമുള്ളത് വേറെ വിഷയം. അപ്പോൾ 80-കളിലൊക്കെ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവയസ്കന്മാർ എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ 2023 നമ്മൾ നിൽക്കുമ്പോൾ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തുടക്കമാണ്. അതായത് ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നമ്മൾ നെയ്യുന്നത് 40-ന് ശേഷമാണെന്ന് പറയുന്നത്. ഒരു വീട് എന്ന സങ്കല്പം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു ബിസിനസ്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ആ ഒരു കാരണം നമ്മളൊരു സ്റ്റേജ് നമുക്ക് പഠിപ്പ്, ചെറുപ്പം, ആ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് നമ്മുടെ ജോലി, അപ്പോൾ അതൊക്കെ സെറ്റിലായതിനു ശേഷമാണ് നമ്മൾ പിന്നെ ഈ പരീക്ഷകളൊക്കെ പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യായസ് കൂടി വരുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ഒരു തുടക്ക സ്റ്റേജായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളല്ല നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പ്രയത്നിക്കും, ചില ആൾക്കാർ ആ പ്രതീക്ഷകളെ കണ്ടുപിടിക്കും, പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, അതെല്ലാം നിരന്തരമായിട്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ പൂവണിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ സാധ്യമാവട്ടെ, സഫലീകരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ ലിയാഖ്ബായി, once again happy birthday and എന്താ പറയുക, നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ ലിയാഖ്ബായി, എൻജോയ്. സുഹൃത്ത് ലിയാഖത്തിലേക്ക് പിറന്നാൾ ആശംസകൾ. ആശയപരമായി ഭിന്നങ്ങളും വിരുദ്ധങ്ങളുമായ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും ആശയപരമായി അതിശക്തമായ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഊഷ്മളമായ ഹൃദ്യമായ സ്നേഹബന്ധം, സൗഹൃദബന്ധം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ഉത്സുകനാണ് പ്രിയ സുഹൃത്ത് ലിയാഖത്ത്. ഞങ്ങൾ തമ്മിലുള്ള ആശയ സംവാദങ്ങൾ കേരളത്തിന് പരിചിതമാണ്. ശക്തമായ ഭാഷയിൽ തന്നെ വിയോജിക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് യാതൊരു കുറവുമില്ല. ലിയാഖത്തിലേക്ക് കൃത്യമായ നന്മ നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ആയുരാരോഗ്യത്തിനായി സർവശക്തിയോട് പ്രാർത്ഥിക്കുന്നു. ഹലോ, ഹായ്, ഹാപ്പി ബർത്ത്ഡേ ലിയ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലിയാഖത്ത്, എൻ്റെ ബർത്ത്ഡേ ആണല്ലേ? ഷിജു പറഞ്ഞു ഇക്കയുടെ ബർത്ത്ഡേ ആണ്. ലിയാഖത്തിനെ എനിക്ക് കഴിഞ്ഞ 5-6 മാസമായിട്ട് അറിയാം. ഞങ്ങൾ ഒരുപാട് 6 മാസമല്ല, കഴിഞ്ഞ 1 വർഷത്തിന് മേലെ അറിയാം. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ സ്നേഹപരമാണ്. ലിയാഖത്തിന് ഇനിയും ഒരുപാട് വർഷം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഒക്കെ കിട്ടും. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ലിയാഖത്തിന് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എപ്പോൾ സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചു. എന്ത് തോന്നി? സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ? ഉമർ ഭായ്, മുസ്തഫ മൗലവി, ഷാഫി, വക്കീൽ, ഹാരിസ് എന്തായാലും പൊളിച്ച്. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഓർക്കുന്നത് ഞാൻ ഏൽപ്പിച്ചിട്ടാണ്. ഇതൊക്കെ എപ്പോൾ നീ സംഘടിപ്പിച്ചേ? ഒക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ സംഘടിപ്പിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ സംഘടിപ്പിക്കില്ല. കേട്ടോ, നേരെ വെളുക്കട്ടെ കുഞ്ഞെ. താങ്ക് യു. ഇനിയുണ്ടോ?
അപ്പോൾ അങ്ങനെ രാവിലത്തെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി, കാക്കു ഓഫീസിൽ പോയി, അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തേക്കാണ് ഞാൻ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ വൈകുന്നേരം കാക്കു വന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് എല്ലാവർക്കും കൂടെ ഒരു കേക്കും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അധികം സമയമൊന്നും ഉണ്ടാവില്ല, കാരണം ഇന്ന് രാത്രി ലൈവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം കാക്കുന് ലൈവിലേക്ക് ഇരിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നാണ് കേക്കിൽ എഴുതിയിട്ടുള്ളത്. ഡെക്കറേഷൻസ് കംപ്ലീറ്റ് ഹണിമോളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബലൂണൊക്കെ വീർപ്പിച്ചെല്ലാം സെറ്റാക്കിയതും ആ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒട്ടിച്ച് വെച്ചതെല്ലാം ഹണിമോൾ ഒറ്റയ്ക്കാണ് കേട്ടോ. എൻ്റെ സമയം എത്രയായി? 8 മണിയോ? 9 മണിയാവാറായി. ഇതുവരെ വന്നില്ലല്ലോ പപ്പ സർപ്രൈസ് കൊടുക്കാൻ. അപ്പു വന്ന എന്താ പരിപാടി? ഇതെന്താ സാധനം? എന്താ പാർട്ടി പോപ്പർ? നിങ്ങൾ ഉണ്ടാക്കിയതാണോ? നല്ല പ്ലാനാണല്ലോ. ഇപ്പോഴല്ല, പപ്പ വരട്ടെ. അത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അപ്പൂസും ഹനിയെ ഉണ്ടാക്കിയതാ? പപ്പ വരട്ടെ. പക്ഷെ പപ്പ വന്നില്ലല്ലോ. പക്ഷേ അലക്സ പ്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.